ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കരുനാഗപ്പള്ളി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. കഴിഞ്ഞ 14-നാണ് ജിം സന്തോഷ് വധക്കേസിലെ പ്രതിയായ അലുവ അതുലിനെ കരുനാഗപ്പള്ളി പുതിയകാവിന് സമീപം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഗുണ്ടാ നേതാവ് ഓച്ചിറ മടത്തൽക്കാരാഴ്മ കൃഷ്ണവിലാസത്തിൽ അതുലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കരുനാഗപ്പള്ളി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് മിഥുൻ എ സതീഷാണ് പ്രതികളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ ഉത്തരവിട്ടത്. കേസിലെ പ്രതികളായ കടത്തൂർ കണ്ണമ്പള്ളി തെക്കതിൽ വീരപ്പൻ എന്ന് വിളിക്കുന്ന അനീർ, കടത്തൂർ കരീപ്പള്ളി കിഴക്കതിൽ ബ്ലാക്ക് എന്ന് വിളിക്കുന്ന വിഷ്ണു, കടത്തൂർ വലിയത്ത് പടിഞ്ഞാറ്റതിൽ മണ്ണെണ്ണ നൗഫൽ എന്ന് വിളിക്കുന്ന നൗഫൽ, കടത്തൂർ കുന്നേൽ വടക്കതിൽ ഹുസൈൻ, പുന്നക്കുളം കുറവൻതറ കിഴക്കതിൽ തോമ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ആഷിഖ്, കുലശേഖരപുരം കൊച്ചുവീട്ടിൽ ശങ്കരാടി എന്ന് വിളിക്കുന്ന ഷംനാദ്, പുലിയൂർ വഞ്ചി വടക്ക റഹീം മൻസിലിൽ കഷണ്ടി ഫൈസൽ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഫൈസൽ ഖാൻ, കടത്തൂർ ഫാത്തിമ മൻസിലിൽ അലി ഉമ്മർ, തേവലക്കര തടത്തിൽ വീട്ടിൽ ഷിനു പീറ്റർ, കുലശേഖരപുരം വീട്ടിൽ ആദിൽ മുഹമ്മദ് എന്നിവരെയാണ് 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവായിരുന്ന ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി കരുനാഗപ്പള്ളി സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് മടങ്ങുമ്പോൾ കഴിഞ്ഞ 14-ന് രാവിലെ 11:15-നാണ് അതുലിനെ ഗുണ്ടാ സംഘം നടുറോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യത്തിൽ കരുനാഗപ്പള്ളി ACP ജോണിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തെ കോടതിയിൽ വിന്യസിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ജയിലിൽ നിന്നും പോലീസ് വാഹനത്തിലാണ് 10 പ്രതികളെയും കോടതിയിലെത്തിച്ചത്. അരമണിക്കൂർ നീണ്ടുനിന്ന വാദത്തിനൊടുവിലാണ് 10 പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കോടതി ഉത്തരവിട്ടത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.